ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ മെയിൻ ഗേറ്റ് വഴി ജിഷിൻ മോഹനും പ്രവീണും കൂടി പ്രവേശിച്ചു. ഇവർ രണ്ടുപേരും വൈൽഡ് കാർഡ് എൻട്രീസ് ആയിരുന്നല്ലോ. അപ്പൊ ഇവരാണ് പ്രവേശിച്ചത്. ഇന്ന് ആദ്യമായിട്ട് ഇവരാണ് പ്രവേശിച്ചത്. ലൈവില് ഞാൻ കണ്ടൊരു കാഴ്ച എന്താന്ന് വെച്ചാൽ പ്രവീൺ അനീഷിനെ ഹഗ് ചെയ്യുന്നു. 3-4 തവണ മനസ്സ് നിറഞ്ഞ് ഹഗ് ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അത് കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. പ്രവീൺ എന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നുണ്ട്. ഒരു മാപ്പ് പറയാൻ വരുമ്പോഴത്തേക്ക് അനീഷ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ അങ്ങനെയൊന്നും വെക്കുന്ന ഒരാളൊന്നും അല്ല, ഹൃദയത്തിൽ നിന്നുമാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് 3 തവണ അവർ ഹഗ് ചെയ്യുന്നുണ്ട്, അനീഷും പ്രവീണും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പ്രവീൺ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഹൗസിനകത്ത് പ്രവേശിച്ച സമയത്ത് അനീഷാണ് പ്രവീണെ വീട് ചുറ്റി കാണിച്ചതൊക്കെ. അനീഷും പ്രവീണും കൂടിയാണ് വീട് ചുറ്റി കണ്ടതൊക്കെ. ആ സമയത്ത് പ്രവീണിന്റെ ഒരു മട്ടും ഭാവവും ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട്. അഹങ്കാരം തലക്ക് കയറി പിടിച്ച് വല്ലാത്തൊരു രീതിയിലാണ് പ്രവീൺ അന്ന് സംസാരിച്ചത് അനീഷിനെ പറ്റി. അനീഷ് ബോറിംഗ് ആണ്, അനീഷ് മികച്ചൊരു കണ്ടസ്റ്റന്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ അനാവശ്യമായി അനീഷിനെ ടാർഗറ്റ് ചെയ്ത് അങ്ങനെ സംസാരിച്ച ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പ്രവീൺ. ഒരുപാട് നെഗറ്റീവുകൾ വന്നിരുന്നു. ഇപ്പോ ഈ ഒരു റീ എൻട്രിയിൽ ആ ഒരു തെറ്റ് തിരുത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. തെറ്റെന്ന് പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെയും ഗെയിമിംഗ് അപ്രോച്ച് വ്യത്യസ്തമായിരിക്കും. പ്രവീണിന്റെ ആ ഒരു ഗെയിമിംഗ് രീതി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല, പ്രേക്ഷകർക്ക് കൺവിൻസിങ് ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അന്ന് വന്ന് കയറിയ പാടെ തന്നെ പ്രവീൺ ഇതേപോലെ 3-4 ഹഗ് ചെയ്ത് അനീഷിന്റെ കൂടെ നിന്ന് ഷാനവാസ് കളിച്ച പോലെ ഒരു ഗെയിം കളിക്കുമായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇന്ന് നിന്ന് പോയേനെ എന്ന് വേണം പറയാനായിട്ട്. കാരണം അനീഷ് അത്രയും നല്ല രീതിയിൽ പ്രേക്ഷകരുമായിട്ട് ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു സമയം കൂടി ആയിരുന്നു. അപ്പൊ പ്രവീൺ അന്നപ്പോ ആ ഒരു ഗെയിം കളിക്കാതെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പോയ ബുദ്ധി ആന പിടിച്ച വരില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പൊ പ്രവീൺ എന്തായാലും ഹഗ് ചെയ്യുവാണ്. ജിഷിൻ ഇപ്പൊ അനീഷിനോട് സംസാരിക്കുന്നുണ്ട്. ജിഷിനും എനിക്ക് തോന്നുന്ന തെറ്റായി പോയി, എടുത്ത സ്ട്രാറ്റജി പാളിപ്പോയി എന്നൊക്കെ തോന്നുന്നതുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ അഫക്റ്റഡ് ആയിരുന്നു, അൺഫെയർ എവിക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ലൈവിനകത്ത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.